നമസ്കാരം. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സമ്മിശ്ര ജീവിതമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ അതിന് പ്രശ്ന പരിഹാരത്തിനായി നമ്മൾ ആദ്യം എത്തുന്നത് അറിവുള്ള ഒരു ജ്യോതിഷിയുടെ അടുത്തായിരിക്കും. അത്തരത്തിൽ ആ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയെയാണ് ഇന്ന് ലൈവ് ടിവിയുടെ കേരള ഗൈഡ് പരിചയപ്പെടുത്തുന്നത്. കടുത്തുരുത്തി മുത്തലപുരം ടി കെ ചന്ദ്രശേഖരൻ ജ്യോതിഷി ഒരുപാട് അറിവുള്ള ഒരു മാന്യദേഹമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. നമുക്കൊന്ന് കേട്ട് കണ്ട് മനസ്സിലാക്കാം. ദക്ഷിണാമൂർത്തയേ തുഭ്യം വടമൂലനിവാസിനേ ജ്ഞാനൈകനിരതാംഗായ നമോ രുദ്രായ ശംഭവേ നമോ രുദ്രായ ശംഭവേ നമോ രുദ്രായ ശംഭവേ. ഓം നമഃ. ജ്യോതിഷത്തെക്കുറിച്ചുള്ള അറിവുകൾ തേടി ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ജ്യോതിഷരത്നം മുത്തോലപുരം ചന്ദ്രശേഖരൻ അവരുടെ അടുത്താണ്. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരു ജ്യോതിഷി അല്ലെങ്കിൽ ജ്യോതിഷം ചെയ്യുന്നയാൾ ദൈവാധീനം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജ്യോതിഷരെ? അല്ല, ജ്യോതിഷി എന്നല്ല, എല്ലാവർക്കും ദൈവാധീനം എന്നുള്ളതായ ഒരു വിഷയമാണ് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് തന്നെ. ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരിക്കണം. വരുന്നയാൾക്ക് ദൈവാധീനം, അത് ജ്യോത്സ്യനും കൂടി ദൈവാധീനം ഉണ്ടെങ്കിൽ വരുന്നയാളുടെ വിഷയം എന്താണ്, ഏത് തരത്തിലത് പരിഹരിക്കാൻ കഴിയും എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അതാണ് വാസ്തവത്തിൽ. അപ്പോൾ അത് ദൈവജ്ഞന്മാർക്ക് തന്നെ ഒരു മുന്നറിയിപ്പ് കിട്ടും. ആ മുന്നറിയിപ്പിനെ ഞങ്ങൾ 2-3 തരത്തിൽ ചിന്തിക്കാറുണ്ട്. അതിൽ സാധാരണ പ്രശ്നത്തിനൊക്കെ ആരൂഢം തടയുക എന്നുള്ള പേരിലാണ് ചിന്തിക്കുക. എന്നാൽ ബാധ തിരിഞ്ഞിട ഒഴിവും കഴിവും വരാം. ശരി. അവ പ്രതിബന്ധമായിട്ട് വരുന്നത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ശരി. അതുകൊണ്ട് ഒഴിവും കഴിവും അതിനൊരു പരിഹാര മാർഗവും കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഓരോ രാശിക്കും ഓരോ ഫലം പറയും. അപ്പോൾ അത് 2-ാം ഭാവം കൊണ്ടാണെങ്കിൽ കുടുംബദോഷമാണെന്ന് പറയും. അതുപോലെ തന്നെ 12-ാം ഭാവം കൊണ്ടാണെങ്കിൽ മറ്റ് ദുരിതങ്ങളെ കൊണ്ടാണെന്ന് പറയും, പിതൃദോഷം കൊണ്ടാണെന്ന് പറയും. 6-ാം ഭാവം കൊണ്ടാണെങ്കിൽ ശത്രുദോഷം കൊണ്ടാണെന്ന് പറയും. അതുപോലെ 8-ാം ഭാവം കൊണ്ടാണെങ്കിൽ പ്രേതദുരിതാദികളെ കൊണ്ടാണെന്ന് പറയും. ഈ കാരണം ഇത് തെളിയുന്നില്ല. ഇപ്പോൾ ദൈവാധീന വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ദൈവാധീന വിഷയത്തിൽ ദൈവജ്ഞ കൃത്യം വളരെ പ്രധാനമായിട്ടുണ്ട്. ദൈവജ്ഞ കൃത്യം പറയുന്നിടത്ത് പ്രശ്നമാർഗാചാരം പറയുന്ന ഒരു വിഷയമാണ് ഉത്ഥായോഷസി ദേവതാം ഹൃദി നിജാം ധ്യാത്വാ വപുശോധനം കൃത്വാ സ്നാനപുരസ്സരം സലിലവിക്ഷേപാദികർമാഖിലം കൃത്വാ മന്ത്രജപാദികം ച വിധിവത്കൃത് പഞ്ചാംഗവീക്ഷാം തഥാ ഖേടാനാം ഗണനം ച ദൈവവിദ് അഥ സ്വസ്ഥ അന്തരാത്മാ ഭവേത്. അപ്പോൾ അങ്ങനെ ഈ വെളുപ്പിനെ എഴുന്നേറ്റ് അതുപോലെ തന്നെ നിത്യകർമ്മങ്ങളെല്ലാം കൃത്യമായി വേണ്ട വിധത്തിലൊക്കെ ചെയ്ത് പഞ്ചാംഗമൊക്കെ ശ്രദ്ധയോട് നോക്കി ഗ്രഹങ്ങളെയെല്ലാം വേണ്ട പോലെ ഗണിച്ചിട്ട് സ്വസ്ഥാന്തരാത്മാ സ്വസ്ഥനായിരിക്കുക. സ്വസ്ഥമാകുന്ന അന്തരാത്മാവോടുകൂടിയവൻ, ആത്മാവ് സ്വസ്ഥമായിരിക്കണം. ആ ചലനങ്ങൾ കൂടി അറിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഗുണഫലങ്ങളോ ദോഷഫലങ്ങളോ വ്യക്തമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ താങ്കൾ അടുത്ത് വരുന്ന ആളുകളെ എങ്ങനെയാണ് താങ്കൾ ആദ്യം ഒരാളെ അടുത്ത് വരുമ്പോൾ മാത്രം പോരാ. കാരണം വെച്ചാൽ ഒരു വ്യക്തിയെ ദൂരെ കാണുമ്പോൾ തന്നെ ആലോകേ ഖലു യസ് കസ്സ് രസാവായാദിയൽ കിഞ്ചന പ്രഷ്ടും മാമ്പ്രതി നൂനമിത്യവഹിതസ്തന്യസ്തദൃഷ്ടിദൃഢം. അപ്പോൾ ദൂരെ ഒരാളെ കാണുമ്പോൾ തന്നെ അദ്ദേഹം ദൈവജ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനായിരിക്കും വരുന്നത് എന്ന ബോധ്യത്തിൽ അദ്ദേഹത്തെ ശ്രദ്ധിച്ചോളണം എന്നുകൂടി ഒരു നിർദ്ദേശം പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ സ്വസ്ഥനായിരിക്കണം. അതേപോലെ തന്നെ ഇന്നത്തെ ഈ തലമുറ, പുതിയ തലമുറ ഈ ജ്യോതിഷത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നു?
ഇന്നത്തെ തലമുറ ഈ ജ്യോതിഷത്തെ നല്ല ശതമാനം അംഗീകരിച്ചാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ യുക്തിവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തോട് ഒട്ടി നിൽക്കുന്നതാണ്. ഓ ശരി. അതുകൊണ്ടാണ് പഠിച്ചു വരുന്നവർക്കാണ് വാസ്തവത്തിൽ അത് ശരിയോ അത് തെറ്റോ എന്നുള്ളതായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമുള്ളൂ. അല്ലാത്തവർക്കത് ചിന്തിക്കാൻ പറ്റില്ല, പറയുന്നത് അതുപടി കേൾക്കുകയുള്ളൂ. അത് ശരി. അപ്പോൾ യഥാർത്ഥത്തിൽ യുക്തിവാദം എന്ന് പറയുന്നത് ശാസ്ത്രത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്. വളരെ യുക്തിവാദം എന്ന് പറഞ്ഞാൽ ശരിയായ നിരീശ്വരവാദം ഉണ്ടായിരുന്ന പലരും നല്ല ഈശ്വരവാദിയായി എന്ന് മാത്രമല്ല ഈശ്വരവിശ്വാസികളായി ജീവിച്ചിട്ടുണ്ട്. അത് താങ്കൾ പറഞ്ഞ സത്യമാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അല്ല, വലിയ വിപ്ലവകാരിയായിരുന്ന വ്യക്തി. അതെ 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 അതെ, അതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാക്കി വന്നത്. ഈ നിരൂപണത്തിന് വേണ്ടി അല്ലെങ്കിൽ നിരോധിക്കാനും നിഷേധിക്കാനും വേണ്ടി പറയാൻ ദൈവത്തോട് കൂടുതൽ അടുത്തു പഠിക്കും തോറും സ്വാഭാവികമായി ഈശ്വരനോട് അടുക്കുക. അപ്പോൾ ആദ്യം നിഷേധിക്കാനും പഠിക്കുന്നതെങ്കിലും അതൊരു വൈരാഗ്യഭക്തി പോലെ അടുക്കുകയാണ്. മനസ്സിലായല്ലേ? ഒരു വൈരാഗ്യഭക്തിയാണ്. ഭക്തിക്ക് 2-3 തലമുണ്ട്. ഇപ്പം രാവണന് വൈരാഗ്യ ബുദ്ധിയിൽ എന്തുണ്ടായി? രാവണന്റെ മനസ്സിൽ ശ്രീരാമൻ മാത്രമേ ഉള്ളൂ. ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ. ആ രൂപം മാത്രമേ മനസ്സിലുള്ളൂ. മറ്റ് എല്ലാവർക്കും പല രൂപമുള്ളപ്പോൾ ഇദ്ദേഹത്തിന് വിരോധം വന്ന സമയം മുതൽ ഉള്ളിൽ സ്നേഹം തോന്നി തുടങ്ങി. രാമൻ മാത്രമേ ഉള്ളൂ. സ്നേഹം ഉണ്ടോ എന്നുള്ളതല്ല വിഷയം. അപ്പോൾ എന്ത് പറ്റി? ഉള്ളിൽ നിറച്ച് എപ്പോഴും രാമൻ ഈശ്വരനാണെങ്കിൽ ഹൃദയത്തിൽ എപ്പോഴും ഈശ്വരൻ മാത്രമായി മാറി. തീർച്ചയായും അതാണ് ഞാൻ സ്നേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ സ്നേഹമല്ല, അതൊരു വൈരാഗ്യമാണെങ്കിൽ പോലും സ്വാഭാവികമായി മറ്റൊന്നും അവിടെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അതൊരു വലിയ കാര്യമാണ്. ഈ വലിയ അറിവുകളൊക്കെ താങ്കൾക്കൊരു ബുക്കാക്കി പുതിയ തലമുറയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൂടെ? ഈ വലിയ അറിവെന്ന് പറയുന്ന അഗ്നിയല്ലേ? അതെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വലിയ അറിവില്ല, എന്നേക്കാളൊക്കെ അറിവുള്ളവർ അങ്ങനെയാണ് പറയുന്നത്. ധാരാളം ആൾക്കാർ ഇവിടെയുണ്ട്. ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അറിവെന്ന് പറയുന്ന വിഷയത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഒരുപാട് ബുക്കുകൾ രചിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം പാട്ടുകളും എഴുതിയിട്ടുണ്ട്. ചെറിയ ചെറിയ കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്, പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അറിവിൻ്റെ ഒരു വലിയ മാനമാണെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കൽ പോലും അറിവിൻ്റെ മേഖലയിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ജോത്സരെ, എനിക്ക് മറ്റൊരു സംശയം. ഇപ്പോഴത്തെ ആളുകൾ നമ്മുടെ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് വളരെ അറിവില്ലാത്ത രീതിയിൽ പെരുമാറാറുണ്ട്. പല യൂട്യൂബിൽ നിന്നൊക്കെ കണ്ട് വളരെ തെറ്റായ രീതിയിലേക്ക് പോകാറുണ്ട്. വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് താങ്കളുടെ അറിവിൽ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് എന്താണ്? അല്ലേ, വാസ്തുശാസ്ത്രം പോലെ അനേക കാര്യങ്ങൾ ഈ പ്രഭാഷണങ്ങളുടെ പിന്നാലെ നടന്ന് ആൾക്കാർ ചതിയിൽ വീഴുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ്. അതെ അതെ, പലപ്പോഴും പല മേഖലയിലും ആൾക്കാർ അന്ധവിശ്വാസത്തിലേക്ക് വരുന്നത് അവിടെയാണ് കുഴപ്പം. തീർച്ചയായും. ഇപ്പം ഈ മാധ്യമങ്ങളുടെ ഒരു കടന്നുകയറ്റം വന്നപ്പോൾ ആൾക്കാരെല്ലാവരും ആ മേഖലയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും പല കാര്യങ്ങളും കൊണ്ടുവന്ന് മനുഷ്യ മനസ്സിൽ പലതും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരുടെ ഉള്ളിലത് അബദ്ധമായിട്ട് വരാം. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് തികച്ചും ശാസ്ത്രം തന്നെയാണ്, ഒരു ഭൂമിശാസ്ത്രമാണ്. അതാ ഭൂമിയുടെ ഘടന, ഭൂമിയുടെ സമ്പ്രദായം, ഗതി സമ്പ്രദായം, വായുവിൻ്റെ സമ്പ്രദായം, അതിൻ്റെ ബലം, ഗുണം തുടങ്ങിയിട്ടുള്ള എല്ലാം കൂടെ പഠിക്കേണ്ടതായ ഒരു സങ്കേതമാണ്. അപ്പോൾ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അത് മാത്രം പഠിച്ച് കൈകാര്യം ചെയ്യുന്ന നല്ലൊരു സ്ഥപതിയെ വിളിച്ചു വരുത്തി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അത് വേണമെന്ന് ആചാര്യൻ, ഹോരാകാരൻ അത് ജ്യോതിഷത്തിൽ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ വാസ്തുവിൻ്റെ മേഖലയിൽ എന്താണ് നിർബന്ധമായിട്ടും ഏതെല്ലാം തരത്തിലുള്ളതായ വീടുകളുണ്ട്, ഏതെല്ലാം തരത്തിലുള്ളതായ ഘടകങ്ങളുണ്ട് എന്നെടുത്ത് പറയുന്നുണ്ട്. ഓരോ വീടിനും ഇന്ന സ്ഥലത്ത് ഇന്ന മുറി വേണം. പൂജാമുറിയായി, കിടപ്പുമുറിയായി, അതുപോലെ അടുക്കളയായി, അതുപോലെ തന്നെ കളപ്പുരയായി, കുടുംബമുറിയായി, അങ്ങനെ ഓരോന്നിനും ഓരോ സങ്കേതങ്ങളുണ്ട്. ഇതിനൊക്കെ ശാസ്ത്രമുണ്ട്. അപ്പോൾ അതുപോലെ കൈകാര്യം ചെയ്യുന്നവർ ചെയ്താലേ ശരിയാവുള്ളൂ. ഓരോ കോണുകളെ കുറിച്ചൊക്കെ ഉള്ള അറിവുകളുണ്ടല്ലോ. അല്ല, കോണെന്ന് പറഞ്ഞപ്പം കന്യാകോൺ എന്നൊക്കെ നമ്മൾ പറയാല്ലേ. സ്വധർമ്മദേവാലയം ഈശകോണിൽ ധർമ്മദൈവത്തിൻ്റെ ഒരു സ്ഥാനം കൊടുക്കുന്നത് ഈശാന കോണിലാണ്. ഈശാന കോണെന്ന് പറയുന്നത് വടക്കും കിഴക്കും ചേരുന്നതായ മൂലയാണ്. അപ്പോൾ ആ പ്രദേശത്ത് അതിനിണങ്ങിയതായ സ്ഥലത്ത് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ധർമ്മദൈവം എപ്പോഴും വളരെ പ്രധാനമാണ്.
എല്ലാ കുടുംബത്തിനും ഒരു ധർമ്മദൈവം ഉണ്ടായിരിക്കണം എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. കാരണം അത് അന്ധവിശ്വാസമാണെന്നുള്ളതുകൊണ്ടല്ല, അത് വിശ്വാസം തന്നെയാണ്. അതൊരു ശാസ്ത്രത്തിൻ്റെ അതെ, 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 ഭാഗമാണ്. തീർച്ചയായിട്ടും. അവിടെയാണ്. അതുകൊണ്ടാണ് പൂർവികർ അങ്ങനെ ഒന്ന് കണ്ടെത്തിയത്. അതിപ്പോൾ ഇന്ന് കേവലം ഉപാസന സമ്പ്രദായം മാത്രമാണ്. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു കാവായിരിക്കും. അപ്പോൾ അത് വടക്ക് കിഴക്കേ മൂലയിലാണെങ്കിലും ഗുണം എന്നാ വെച്ചാൽ വടക്ക് കിഴക്കേ മൂലയിലായിരിക്കും കിണർ വരിക. അതെ. അപ്പോൾ ആ കിണറിനോട് ചേർന്നൊരു ഒരു 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 കാവുണ്ടെങ്കിൽ കാവിൽ വൃക്ഷമായി നല്ല പുഷ്പങ്ങൾ, നല്ല ഔഷധങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നൊരു കാവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെ വെള്ളം ശുദ്ധമായിരിക്കുമെന്ന് മാത്രമല്ല സ്ഥിരമായി വെള്ളം ഉണ്ടാവുകയും ചെയ്യും. വൃക്ഷങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിച്ച് ശരിയായ രീതിയിൽ പഠിച്ച് അതിനനുസരിച്ച് ഓരോ പ്രദേശത്തും വൃക്ഷം നട്ടാൽ തീർച്ചയായിട്ടും അവിടെ ജീവിക്കാൻ ഏറ്റവും സുഖമായിരിക്കും. വേറെ ഒരു ചികിത്സയുടെ ആവശ്യത്തിന് പോകേണ്ട. ശുദ്ധമായ വായു എല്ലാം കിട്ടും അവിടെ തന്നെ. ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, പറ്റാത്ത ജലം, അതാണ് മനുഷ്യന് ആവശ്യം. അതാണ് ആവശ്യം. ഈ ആവശ്യങ്ങൾ കണ്ടെത്തിയ ആചാര്യന്മാർ തത്ശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും പറയുന്നു, ഗ്രഹനിർമ്മാണം കഴിഞ്ഞാൽ ഉടനെ 4 ദിക്കിലും വെക്കേണ്ടതായ മരങ്ങൾ പറയുന്നു. ഓ, അത് ശരി, അങ്ങനെയുണ്ടല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ 4 ദിക്കിലും വെക്കേണ്ടതായ മരങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് അല്പം കൂടെ പുറത്തേക്ക് ഇറങ്ങി വെക്കേണ്ട മറ്റും ചെടികൾ പറയും. തൊട്ടടുത്ത് മിറ്റത്തോട് ചേർന്ന് വെക്കേണ്ടതായ ചെടികൾ പറയും. ഇതൊക്കെ എന്തിനാ പറയണതെന്ന് വെച്ചാൽ ഇതെല്ലാം അവിടെ അതിൽ ജീവിക്കുന്നവർക്ക് സുഖമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കലാണ്. അപ്പോൾ ആ അന്തരീക്ഷത്തിന് ആചാര്യന് ഏറ്റവും കണ്ടതായ പദ്ധതി വിശ്വാസം കയ്യിലെടുക്കൽ തന്നെയാണ്. അതെ. ശാസ്ത്രം സംരക്ഷിക്കാൻ വിശ്വാസമാണ് വാസ്തവത്തിൽ പറ്റുള്ളൂ. ഇപ്പം തളിച്ച് വിളക്ക് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ കേവലം ഒരു അന്ധവിശ്വാസമാണ്. പക്ഷേ ഈ വെളുപ്പിനെയോ അല്ല വൈകുന്നേരമോ നമ്മൾ തളിച്ചാൽ, പ്രത്യേകിച്ച് ചാണകം ചേർത്തിട്ട് തളിച്ചാൽ അത്രയും ഭാഗത്തെ പൊടി പൊങ്ങാതെ നിൽക്കും എന്നുള്ളതൊരു കാര്യം. ചെറുതായിട്ടെങ്കിലും അണുസംഹാരിയാണെന്നുള്ളത് കൊണ്ട് ചെറിയ അണുക്കളെയും കൂടെ കൊല്ലും. അപ്പം ഇത് നല്ലതാണ്. പ്രകൃതി ശുദ്ധമാവും, വായു ശുദ്ധമാവും. ശുദ്ധം നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ഹിന്ദു സംസ്കാരത്തിലാണെങ്കിൽ നിലവിളക്ക് വേണം. ആ നിലവിളക്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ കത്തിക്കുന്നതെങ്കിൽ നല്ല ശുദ്ധമായ അന്തരീക്ഷം അവിടെ തന്നെയുണ്ട്. നല്ല മണമുണ്ട്, അതിന് മണമുണ്ടാവും, നല്ല മണമുണ്ട്. നെയ്യാണെങ്കിലും അതുപോലെ തന്നെ നല്ല ശുദ്ധമായ നെയ്യാണെങ്കിൽ നല്ല മണമുണ്ട്. ഇതിൽ നിന്ന് ഈ രസം, ഇതിൻ്റെയൊക്കെ രസമുണ്ട്. ആ രസം ഈ ഗന്ധാദിയിലൂടെ നമ്മുടെ മൂക്കിലൂടെ ഉള്ളിൽ ചെല്ലും. രസം വായിലൂടെ തന്നെ ചിലപ്പോൾ അവിടെ ഇരുന്ന് നാമം ചെല്ലിയാൽ കിട്ടും. അതെ, അതെ, അതെ. ഇപ്പം പ്രാർത്ഥനയൊക്കെ സമയത്ത് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ സന്ധ്യാസമയം അന്തരീക്ഷം മലിനീകരണമാണ്. അതെ. എല്ലാ സന്ധ്യ എങ്ങനെ, രാവിലത്തേത് വൈകുന്നേരത്തേത്. അപ്പോൾ ഈ സന്ധ്യ എന്ന് പറയുന്നത് ഒന്ന് മാറി മറ്റൊന്ന് വരുന്നതായ സന്ദർഭത്തിൽ വരുന്നതായ ആ അന്തരീക്ഷം മുഴുവനും മലിനമാണ്. അത് വിഷവാതകം ചേരുന്ന സമയമാണ്. അപ്പം അങ്ങനെ വിഷവാതകം ചേരുന്ന എല്ലാ സമയത്തും ബുദ്ധിപൂർവ്വം ആചാരം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ തന്നിട്ടുണ്ട്. ആ മാർഗത്തിൽ നിത്യേന വരുന്നതായ ഈ സമ്പ്രദായത്തെ മാറ്റാനാണ് വിളക്കിൻ്റെ പ്രയോജനം. ഇത്രയും അറിവുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പറയാൻ മേല. ഇപ്പം പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിവിൻ്റെ ഭാഗമല്ല. അത് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനും മറ്റുള്ളവർ പറയണത് കേട്ട് പറയുന്നു എന്നുള്ളത് അതിനകത്ത് അർത്ഥം. ജ്യോതിഷരത്ന പുരസ്കാരം പോലുള്ള അവാർഡുകൾ ഒരുപാട് ഞാനിവിടെ കാണുന്നു. ജ്യോതിഷരത്ന പുരസ്കാരം കിട്ടി, വെറുതെ ഒരാളിന് കിട്ടില്ലല്ലോ. അതെ, അത് നമ്മളെ ഈ ഹോരാഹൃദയം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കി. അത് വരാഹമിഹിരാചാര്യൻ്റെ ഗ്രന്ഥത്തെ ബേസ് ചെയ്ത് എഴുതിയൊരു പുസ്തകമാണ്. ഇപ്പോൾ ധാരാളം വ്യാഖ്യാനം, അനേകം വ്യാഖ്യാനങ്ങളുള്ള ഒരു പുസ്തകമാണ്, ഒരു ഗ്രന്ഥമാണ് ഈ ഹോര. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഉള്ള വ്യാഖ്യാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരിയാണെന്ന് പറയുമായിരിക്കും. അതെ, വിമർശനം ഉണ്ടാകേണ്ടത് നല്ലതാണ്. ദൈവാദിനൊരു കാര്യമായിട്ട് വിമർശനം ഉണ്ടായിട്ടില്ല ഇതുവരെ. താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയും കൂടി ഒന്ന് വ്യാഖ്യാനിച്ചാൽ എന്താണ് എന്ന ഒരു ധൈര്യത്തിലൂടെ ഞാൻ അത് കൈകാര്യം ചെയ്തു. അപ്പം അങ്ങനെ കൈകാര്യം ചെയ്തപ്പം ഈ തൃശ്ശൂരുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ജ്യോതിഷരെ ഈ ഹോരയെന്ന് പറയുന്ന പുസ്തകത്തിൽ ബാധ പറഞ്ഞിട്ടില്ല, രാഹുകേതുക്കളെ പറഞ്ഞിട്ടില്ല, കാര്യമായിട്ട് അവരുടെ ഫലം പറഞ്ഞിട്ടില്ല, ദശാകാലം പറഞ്ഞിട്ടില്ല, ഗുളിയൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ജ്യോതിഷത്തിൻ്റെ പ്രശ്നമേഖല അത്യന്താപേക്ഷിതമാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളാണ്. ദശാകാലത്ത് രാഹുദശ പറയണ്ടേ? തീർച്ചയായും. അപ്പോൾ രാഹുദശ വേണം, കേതുദശ വേണം.
മരണം പറയണമെങ്കിൽ ജ്യോതിഷത്തിൽ പ്രധാനമായിട്ടും പ്രശ്നമാർഗത്തിലാണെങ്കിൽ ഗുളികനാണ് മെയിൻ. ഗുളികൻ അവനാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അത് തന്നെ. എല്ലാ പ്രശ്നത്തിനും കാരണം അതാണ്. മരണം, പ്രേതം, അശുദ്ധി, ശത്രുദോഷം, ക്ഷുദ്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയേണ്ടത് ഗുളികനെ കൊണ്ടാണ്. അപ്പം ഇങ്ങനെ അനേക വിഷയങ്ങൾ ഗുളികനെ കൊണ്ട് പറയേണ്ടതാണെന്ന് കണ്ടിട്ടും ഹോരാകാരൻ അതൊന്നും സ്വീകരിച്ചില്ല. ശരി. ഇത്രയും സാധനങ്ങൾ ഒഴിവാക്കി. ബാധ എന്നത് പറഞ്ഞിട്ടില്ല, അതിൽ പിതൃക്കളുടെ ദോഷം പറഞ്ഞിട്ടില്ല, ഇങ്ങനെയുള്ള അതുപോലെ അനേക കോപങ്ങളൊന്നും പറയണില്ല. ഇങ്ങനെയൊന്നും അങ്ങനെയുള്ള ഗ്രന്ഥം എങ്ങനെയാണ് നമുക്ക് ജ്യോതിഷ മേഖല സ്വീകരിക്കുക? അല്ലേ? ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ ആ അവാർഡ് അത് ഏത് അവാർഡാണോ? ആ അവാർഡ് അവരുടെ പേരിലൊരു തന്നെയാണ് തന്നത്. അത് ശരി. മറ്റെന്തൊക്കെ അവാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത്? ജ്യോതിഷ ചിന്താമണി എന്ന് പറഞ്ഞ എണ്ണം കിട്ടിയിട്ടുണ്ട്. ശരി. അതുപോലെ ജ്യോതിഷ രത്നക്കാരാണ് 3-4 പേര്. അത് ശരി. ഇതിൻ്റെ പേരിലല്ല, നമ്മളിങ്ങനെ ഇട്ടതിനകത്ത് ഈ പുതുമ ഉള്ളൊരു വിഷയമാണ്. അപ്പോൾ അവർ ചോദിച്ചത്, ജ്യോതിഷരെ ഹോറ കൊണ്ട് ദേവപ്രശ്നം പറയാമോ? ഇങ്ങനെയാണ്. ഇതൊന്നും പറയാത്തൊരു പുസ്തകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ദേവപ്രശ്നം പറയാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ ഹോറ കൊണ്ടാണ് ദേവപ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാശി വയ്ക്കുന്നിടത്തൊക്കെ ഹോറ കൊണ്ടാണ് രാശിപ്രശ്നം പറയാറുള്ള അധികവും. അത് മുഴുവനായിട്ടും ദേവവിഷയമൊക്കെ അവതരിപ്പിക്കും. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിത്യമായിട്ട് ഉപയോഗിക്കേണ്ടതായ പ്രശ്നമാർഗം പോലും കാര്യമായിട്ട് വരില്ല. എന്നാ കാരണം വെച്ചാൽ ഹോറയിലൂടെ എങ്ങനെയുള്ള ദേവപ്രശ്നം പറയാവോ ഒരു സംശയമാണ് അല്ലേ എന്ന് ചിന്തിക്കും നമ്മൾ. അതെ അതെ അതെ, അങ്ങനെയാണ്. അപ്പോൾ ശിവനെ പറയണം, ശിവനെ പറയാൻ ഹോറയിൽ അങ്ങനെ എടുത്ത് പറയണില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ശിവനെ എങ്ങനെ പറയും? അങ്ങനെ ഓരോ ദേവന്മാരെയും കുറിച്ച് പറയാൻ സമയത്ത് ഹോറയെ സ്വീകരിച്ചാൽ എങ്ങനെ അത് പറയും എന്ന് സംശയം വരും. അപ്പോൾ അതിൻ്റെ ഹോരാകാരം തുടങ്ങുന്നത് തന്നെ കാലപുരുഷനായ, കാലത്തിൻ്റെ ആത്മാവായ, കാലത്തിൻ്റെ എന്നല്ല എല്ലാത്തിൻ്റെയും തന്നെ പ്രാണനായ സൂര്യനെ സ്തുതിച്ചുകൊണ്ടാണ്. മറ്റേതെങ്കിലും ദൈവത്തെ കൂട്ടി എല്ലാവരും പറയാറില്ല. ഒന്നുമില്ല ഗണപതിയായി, അല്ല സരസ്വതിയായി, അല്ല മഹാവിഷ്ണുവായ ശിവനെ, ഇവരെയൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഹോരാകാരൻ മാത്രം സൂര്യനെ ആണ് അങ്ങനെ അവതരിപ്പിക്കുന്നത്. ശരി. എന്നാലും ജ്യോതിഷത്തെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എത്തി. ആ വിലയേറിയ സമയത്തിനും അറിവുകൾക്കും പ്രത്യേക നന്ദി. ജ്യോതിഷത്തെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകളാണ് ഈ മാന്യദേഹം നമുക്ക് നൽകിയത്. അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുള്ളവർ തീർച്ചയായും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണം. താൽക്കാലികമായി ഞാൻ വിട പറയുകയാണ്. ക്യാമറാമാൻ റിജോയ് പറവൂരിനൊപ്പം ഷിയാദ് ചങ്ങനാശ്ശേരി.